തീയതി 200 ഗൾഫ് റിട്ടേണേഴ്സിനെ എനിക്ക് ഗുരുവായൂരിൽ വെച്ച് കാണാൻ സാധിച്ചു. അതിൽ 120 ആളുകൾ പറഞ്ഞത് ഞങ്ങൾ ജീവിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നു എന്നാണ്. അതിൽ പലരും പറഞ്ഞത് വീട്ടിലിരിക്കാൻ സ്വസ്ഥത ലഭിക്കുന്നില്ല, രാവിലെ വീട്ടിൽ നിന്ന് പോരും, ഉറങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് തിരിച്ചു പോകും എന്നാണ്. ഇവരൊക്കെ ഇവിടെ ജീവിക്കുന്ന സമയത്ത് വീട്ടിൽ 1-2 കാറുകൾ, 1-ൽ കൂടുതൽ കാറുകൾ ഉണ്ടായിരുന്നു, മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, സുഖസുഭിക്ഷമായ ജീവിതമാണ്. ഇന്ന് ആ ജീവിതം അവർക്കില്ല. നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് തന്റെ ഭാര്യയുടെയും മക്കളുടെയും സ്നേഹം, വാത്സല്യം ഇതെല്ലാം അനുഭവിക്കാം, എനിക്കവർക്ക് സ്നേഹം നൽകാം എന്നുള്ള അതിശക്തിയായിട്ടുള്ള പ്രതീക്ഷയോടുകൂടിയാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവരിൽ നിന്ന് അവഗണന ലഭിക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കുക. എന്താ ചെയ്തപ്പോ അവരൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞ് ഈ കാര്യം ഒരിക്കലും അവർ ചിന്തിച്ചില്ല. ഈ തിരിച്ചുപോക്കുണ്ടാവും, ആ തിരിച്ചുപോയി കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് പണം അയച്ചു കഴിഞ്ഞാൽ സേവിങ് എന്റെ ഫാമിലിയാണെന്ന് പറയുന്ന ഒരുപാട് അച്ഛന്മാരുണ്ട് ഈ നാട്ടില്. അത് ഈ പണം അയക്കുമ്പോൾ അവര് നമ്മൾ ഇഷ്ടപ്പെടും. ഇഷ്ടവും സ്നേഹവും രണ്ടും രണ്ടാ. സ്നേഹം എന്ന് പറയുന്നത് ത്യാഗമാണ്. ആ ത്യാഗം, ഇവർ ചെയ്യുന്ന ത്യാഗം അവരറിയുന്നില്ല, അവിടെ ഉള്ളവർ അറിയുന്നില്ല. അതുകൊണ്ട് ഈ ത്യാഗത്തെ പറ്റി മനസ്സിലാക്കാതെ, ഈ ചെല്ലുന്ന പണത്തിന്റെ മൂല്യം മനസ്സിലാക്കാതെ, അവർ മനസ്സിലാക്കുന്ന മൂല്യം വില കുറച്ച് കാണിക്കുന്ന മൂല്യമാണ്. നിങ്ങളുടെ ഒരു ദർഹത്തിന് 18 റുപ്യ കിട്ടണത് എന്നുള്ള ആ പുച്ഛത്തോടു കൂടിയുള്ള ഒരു വാല്യൂ ആണ് അവിടെ നൽകുന്നത്. അതായത് വില കുറഞ്ഞ പണം അവിടെ എത്തുമ്പോൾ അത് ഞങ്ങൾക്ക് സുഖമായി ചെലവാക്കി ജീവിക്കാം എന്നുള്ള മോഹമാണ് അവിടെ ഉള്ളത്. ഇതിന് സൊല്യൂഷൻ എന്താ സാർ? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ നാട്ടിൽ പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് ക്ലാസ് നടത്തുമ്പോൾ പങ്കെടുക്കുന്ന എപ്പോഴും 80% കൂടുതൽ സ്ത്രീകളായിരിക്കും. അവരെ കൊണ്ട് ഇരുത്തി കരയിപ്പിക്കും. നിങ്ങൾ ക്രൂരമായ മനസ്സാണ് നിങ്ങൾക്കുള്ളത് എന്ന് ഞാൻ മുഖത്ത് നോക്കി പറയും. കാരണം ഈ പണം ഉണ്ടാക്കി തരുന്നവരുടെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കാതെ ജീവിക്കുകയും ഈ കിട്ടുന്നത് മുഴുവൻ ചെലവാക്കി ജീവിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് ഒട്ടും ശരിയല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തും. സേവിങ്സ് എന്ന് പറയുമ്പോൾ പലരും പറയും എന്റെ ഫാമിലിയാണ് എന്റെ ഏറ്റവും വലിയ സേവിങ്, എന്റെ ഫാമിലിയെ ഹാപ്പിയാക്കി ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അതല്ലേ സേവിങ്? അപ്പൊ പണം സൂക്ഷിക്കണോ? പണം സൂക്ഷിച്ചു വെക്കണോ? നാളത്തേക്ക് വേണ്ടി സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. പണം സൂക്ഷിക്കുക, അത് തന്നെയാണോ സേവിങ്? ഇന്നലെയും ഇനിയാന്നും ഞാൻ ആളുകളോട് പറഞ്ഞ കാര്യം, നമുക്ക് ജീവിതം ഒരിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഘടകമാണ് കുടുംബവുമായി ജീവിക്കുക. ഇവിടെ കുടുംബമല്ലാതെ ജീവിക്കുന്ന ആളുകളുടെ സ്ഥിതി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിവാഹം കഴിച്ച് 15 വർഷമായി എന്ന് പറയും. അവരോട് സ്വന്തം ഭാര്യയുമായി എത്ര കാലം ജീവിച്ചു എന്ന് ചോദിച്ചാൽ 15 മാസമായിരിക്കും. പണം കൊടുത്താൽ കുടുംബജീവിതം ലഭിക്കില്ല. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞാൽ അത് അനുഭവിക്കാൻ സാധിക്കില്ല. അതിന് നമ്മുടെ സാമീപ്യം തന്നെ വേണം. ആ സാമീപ്യം വേണമെങ്കിൽ ഒരു 45-50 വയസ്സാവുമ്പോഴെങ്കിലും നാട്ടിൽ പോയി കുടുംബവുമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ ഈ മക്കള് വീട്ടിലുണ്ടാവില്ല. ഹയർ സ്റ്റഡീസിന് വേണ്ടി അവരെ പറഞ്ഞുവിടും. പെൺകുട്ടികൾ കല്യാണം കഴിച്ചു പോകും. അപ്പോൾ ഈ പിതാവിന് വാത്സല്യം, കുട്ടികളിൽ നിന്ന് കിട്ടുന്ന സ്നേഹം അത് കിട്ടില്ല. കാരണം ഈ മക്കൾക്ക് നമ്മൾ അവർക്ക് സ്നേഹം ആവശ്യമുള്ള കാലത്ത് കൊടുക്കുന്ന സ്നേഹമാണ് പിൽക്കാലത്ത് നമുക്ക് തിരിച്ചു ലഭിക്കുന്നത്. ഒരു ഡെഫിനറ്റ് കാലഘട്ടം കഴിഞ്ഞാൽ, കുറച്ചു കാലം കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചുപോയി കുടുംബമായിട്ട് ജീവിക്കണം. ആ സമയത്ത് യു നീഡ് മണി ടു ലിവ്. യെസ്. സോ അതിനുവേണ്ടി വെരി ഇമ്പോർട്ടന്റ്. അതില്ലെങ്കിൽ ക്ഷണിക്കപ്പെടാതെ വന്ന ഒരു അതിഥിയായിട്ട് മാറും. ഒരൊറ്റ അനുഭവം പറഞ്ഞാല്, ഒരു സുഹൃത്ത്, ഷാർജയിലുണ്ടായിരുന്ന സുഹൃത്ത് നാട്ടിലേക്ക് തിരിച്ചു പോവുക. ഞങ്ങളൊക്കെ വളരെ ഊഷ്മളമായ യാത്രയപ്പ് നൽകി. അദ്ദേഹം പറഞ്ഞു, മക്കളെ നിങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ NH-ന്റെ സൈഡിലാണ് എന്റെ വീട്, എന്റെ വീട്ടിൽ കയറണം, ഒരു സുലൈമാനിയെങ്കിലും കുടിച്ചു പോകണം, നമ്മൾ ആ സ്നേഹം പുതുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു ഇവിടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണോ, എന്റെ കുടുംബത്തിന് എന്നല്ല ആവശ്യം, എന്റെ പണമാണ്. ഞാൻ ഇനി ഇവിടെ കിട്ടാവുന്ന ജോലി ചെയ്ത് എന്തെങ്കിലും ചെയ്ത് കിട്ടുന്ന പണം നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് അവരെ സംതൃപ്തരായി ജീവിപ്പിക്കും എന്ന് പറഞ്ഞെങ്കിലും വീണ്ടും 2 വർഷമേ ഇവിടെ ജീവിക്കാൻ സാധിച്ചുള്ളൂ. രോഗിയായി മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് അദ്ദേഹം തിരിച്ചു പോയത്. ആരോഗ്യത്തോടുകൂടി പോയ ആ മനുഷ്യനെ സ്വീകരിക്കാത്ത കുടുംബം അനാരോഗ്യം കൊണ്ട് വീൽചെയറിൽ ചെന്ന മനുഷ്യനെ സ്വീകരിക്കുമോ? സർ, അതാണ് ആലോചിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ പലർക്കും സങ്കടം വരും. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ തന്നെ ആവണമെന്നില്ലല്ലോ ലൈഫിൽ. there could be dark scenes and bright scenes as well, അല്ലെ? സർ ഇപ്പൊ പറഞ്ഞു ഇങ്ങനെ നടന്നു, ഇങ്ങനെ തന്നെ നടക്കണമെന്നില്ലല്ലോ. ബഹുഭൂരിപക്ഷം ഇതാണ്. എന്റെ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുകയാണെങ്കിൽ ഷാർജയിൽ എന്റെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ 8 ബോക്സ് ഫയൽ നിറച്ചും കത്തുകളുണ്ട്. പ്രവാസികൾ 8 ബോക്സ് ഫയൽ നിറച്ചും. അത് ഓരോന്നും ഒരു കഥയാണ്, ഓരോന്നും കഥയാണ്. സർ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? when did you start this? സമ്പാദിക്കാൻ തുടങ്ങി? are you a rich
മാൻ? ആർ യു എ സക്സസ്ഫുൾ മാൻ? ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയണം എനിക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ, റിച്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സാറ്റിസ്ഫാക്ഷൻ. ഐ ആം എ സാറ്റിസ്ഫൈഡ് പേഴ്സൺ. ദാറ്റ് ഈസ് എ തിങ്. I don't have any definition for rich. Whatever I want, I got. I had very, very clear-cut goal on my life. I achieved everything. Today, my goal is to do maximum for the humanity. And the reason is, എല്ലാ മതഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുള്ള മനുഷ്യർക്ക് നന്മ ചെയ്യൂ, ദൈവം നിങ്ങൾക്ക് നന്മ ചെയ്യുന്ന. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നതാണ്. മറ്റൊന്നും ആരിൽ നിന്നോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു എ സക്സസ്ഫുൾ മാൻ? ഐ ആം വെരി സക്സസ്ഫുൾ. എന്റെ ലക്ഷ്യം ഇതാണ്. ഇത് എന്റെ അന്ത്യശ്വാസം വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതുവരെ ഞാൻ സക്സസ്ഫുൾ ആണ്. You have a story of saving your own money.